എന്താണ് അലർജിക് ഫെറ്റിഗ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. സാധാരണയായി അലർജി അമിതമായുള്ളവരിൽ ക്രമേണ വീക്ക്നെസ് ഉണ്ടാവുകയും അതിനെയാണ് നമ്മൾ അലർജിക് ഫെറ്റിഗ് എന്ന് പറയുന്നത്. അലർജി മൂലമുള്ള റിയാക്ഷൻ കാരണം ശരീരം അമിതമായി ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആയ IgE ഉണ്ടാക്കുകയും അതുപോലെ തന്നെ അമിതമായി ഹിസ്റ്റമിൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇവ തമ്മിലുള്ള റിയാക്ഷൻ ശരീരത്തിൽ സിവിയർ ആയിട്ടുള്ള അലർജി ഉണ്ടാക്കുകയും അതിനോടൊപ്പം തന്നെ അമിതമായ ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുന്നു. അലർജിക് സൈനസൈറ്റിസ് അഥവാ നീർക്കെട്ട് ഉള്ളവരിൽ ശരീരത്തിലേക്കുള്ള ഓക്സിജന്റെ അളവ് നിയന്ത്രിക്കപ്പെടുകയും അതുമൂലം ബ്രെയിൻ ഫോഗ് അല്ലെങ്കിൽ ഓർമ്മക്കുറവുണ്ടാവുകയും ചെയ്യുന്നു. മൂക്കടപ്പുള്ളവർ ഉറങ്ങുമ്പോൾ വായിലൂടെ ശ്വാസമെടുക്കാൻ നിർബന്ധിതരാവുകയും അതുമൂലം അവർക്ക് സ്ലീപ്പ് അപ്നിയ എന്ന സിൻഡ്രോം ഉണ്ടാവുകയും ചെയ്യുന്നു. ഗ്രാജുവലി ഇത് അവരുടെ ഉറക്കത്തെ തന്നെ ബാധിക്കുന്നു. എന്നാൽ ഇതിനൊക്കെയുള്ള ഒരു പ്രതിവിധിയായി ആന്റിഹിസ്റ്റാമിൻ അടങ്ങുന്ന ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ മരുന്നിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് എന്നോണം നിങ്ങൾക്ക് അമിതമായ ക്ഷീണം, തളർച്ച, ഉറക്കത്തിലുണ്ടാവുന്ന ഡിസ്റ്റർബൻസ് എന്നിങ്ങനെ മറ്റു പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നു. ഹോമിയോപ്പതി ചികിത്സ എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സൈഡ് ഇഫക്ട്സ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അലർജിയെ പൂർണ്ണമായി മാറ്റിയെടുക്കാനായി സാധിക്കും.